ഹലോ, എൻ്റെ പ്രിയപ്പെട്ട ഹോമോസാപ്പിയൻസിന് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. I'm just an ordinary guy, and I've reached my damn limit! Your limit? Who decides what your limit is? Instead of overthinking your setbacks, just focus on moving forward. അപ്പോൾ ഇന്നത്തെ സ്ട്രെങ്ത് ഫേസ് ബൈസെപ്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ ബൈസെപ്സിൽ മാക്സിമം എത്ര ലോഡ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഇന്നത്തെ ടാർഗറ്റ്. ബൈസെപ്സിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റ് ഡംബിൾ കേൾസ്, സ്റ്റാൻഡിങ് അൾട്ടർനേറ്റ് ഡംബിൾ കേൾസ്. അതായത് എണീറ്റിരുന്ന് നമ്മൾ ഡംബിൾ കേൾ ചെയ്യാം, ഇങ്ങനെ. ഓക്കെ. പിന്നെ സീറ്റഡ് അൾട്ടർനേറ്റ് ഡംബിൾ കേൾസ്, അതായത് ഇരുന്നിട്ട് അടിക്കാം ഡംബിൾ കേൾസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കേബിൾ കേൾസ് ആയിരിക്കും. കേബിളിൽ നമ്മൾ ബാറിട്ടിട്ട് കേൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാം വർക്കൗട്ട് 2 സെറ്റ് തന്നെ. സ്ട്രെങ്ത് ഫേസ് ആണ്. സ്ട്രഗിൾ ഉണ്ടാവും. ഫോം ഇപ്പോൾ ഈ ഒരു ഫേസും മാറ്റർ ചെയ്യുന്നില്ല. മാക്സിമം പ്രിക്കോഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. നമ്മളിങ്ങനത്തെ സ്ട്രെങ്ത് ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ വർക്കൗട്ട് ബൈസെപ്സ് ആണ്. ഇനി ജിമ്മിൽ വെച്ച് കാണാം. ഒരു ബൈസെപ്സ് മസിൽസിലോട്ട് ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാം. ഓക്കെ. നമ്മൾ ബൈസെപ്സിലോട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഇങ്ങോട്ടൊരു കേളുണ്ട്. ഈ ഒരു പൊസിഷനോട്ട് ചെസ്റ്റ് ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് ഫിക്സ് ചെയ്യാം. ഇതും അതേപോലെ തന്നെ. ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 35 kg സീറ്റ്സ് അൾട്ടർനേറ്റ് ഡംബിൾ കേൾ. സ്ട്രെങ്ത് സെറ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് അടിക്കുന്നത്. ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടാവും, ഫോമില് പ്രശ്നം വരും. കാരണം ഇത് സ്ട്രെങ്ത് ഫേസ് ആണ്. We have to try to push ourselves. ഇതില് ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇച്ചിരി ബോഡി മൊമെന്റം കൊടുത്തിട്ടാണ് അടിച്ചിട്ടുള്ളൂ. ചെറുതായിട്ടൊരു ബോഡി മൊമെന്റം ഇങ്ങനെ കൊടുത്തു. ഞാനിപ്പോ അതിനെ ഇതാക്കുന്നില്ല. അത് നമ്മുടെ സ്ട്രെങ്ത് ഒന്ന് ഓക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ബോഡി മൊമെന്റം ഗ്രാജുവലി നമുക്കത് സ്ലോ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ ഒരു സെറ്റും കൂടി ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Ego lifting. Yeah. But it feels good. കുഴപ്പമില്ല. നമ്മൾ ഡ്രോപ്പ് സെറ്റ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അടുത്ത 30 kg ആയിരിക്കും. ഫോമില് കമ്പൻസേഷൻ ഉണ്ട്, അതിനോ ചെറുതായിട്ടൊരു കോംപ്രമൈസ് വരുന്നുണ്ട് ഫോം. ഈ ഒരു പൊസിഷനാണ് ഞാൻ അടിച്ചത്. ആ ഒരു ബോഡി മൂവ്മെന്റ് കൊടുത്തിട്ടാണ് അടിച്ചത്. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് മൂവിങ് വെയിറ്റ് ഫോർ ദിസ് സ്ട്രെങ്ത് ഫേസ്. ഓക്കെ. സോ വി ഹാവ് ടു ടാർഗറ്റ് ഓൺ ദ ഹൗ മച്ച് ക്യാൻ ബി പുഷ്. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഹൈപ്പർട്രോഫി കേസിൽ നമ്മൾ ഫോം കറക്റ്റ് ആവും. അടുത്തത് നമ്മൾ 30 kg ആണ് അടിക്കാൻ പോകുന്നത്. ഓക്കെ. ഇത് രണ്ടാമത്തെ സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അടിക്കേണ്ടത്. അതിന് രണ്ടാമത്തെ സെറ്റിൽ 35 അടിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ 30 അടിക്കാൻ പോകുന്നു.
ആയിട്ടൊരു ഈഗോ ലിഫ്റ്റിംഗ് ആണിത്, സയൻസ് ബേസ്ഡ് ഈഗോ ലിഫ്റ്റ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതില് നമ്മൾ മെയിനായിട്ട് സ്ട്രെങ്ത് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ചിലപ്പോൾ മസിൽ സ്റ്റിമുലേഷൻ ഇതൊന്നും വരണമെന്നില്ല. ക്ലിയർ അല്ലേ? അൾട്ടർനേറ്റ് സീറ്റ് ഡംബിളുകളാകുമ്പോൾ ചെറിയ മൂവ്മെന്റ് ഇച്ചിരി റെസ്ട്രിക്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഇനി ഇൻ കേസ് നമ്മൾ ബാക്കിലോട്ട് പോയാലും നമ്മുടെ ബോഡി മൂവ്മെന്റും അത് റെസ്ട്രിക്റ്റ് ആവും ഈ പാഡുള്ള. അടുത്ത അടിക്കാൻ പോകുന്നത് ബൈസെപ്റ്റോ. ഇതും 2 സെറ്റാണ്. ബൈസെപ്പ് കേബിൾ കേൾ. ഇന്ന് നമ്മൾ അടിച്ചത് അൾട്ടർനേറ്റ് ഡംബിൾ കൾസ്. ഓക്കെ, അടിച്ചു. പിന്നെ സീറ്റഡ് അൾട്ടർനേറ്റ് ഡംബിൾ കൾസ് അടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചത് മറ്റേ കേബിൾ കൾസ്. ഓക്കെ, ഞാൻ റെപ്പിറ്റേഷൻസ് കുറച്ചു, എന്നിട്ട് ഹെവി വെയിറ്റ് വെച്ച് ട്രൈ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ നമ്മൾ ബൈസെപ്പുകളൊക്കെ ചെയ്യുമ്പോൾ റിസ്റ്റ് ചിലപ്പോൾ ഈ ഒരു സ്ലാക്ക് ആകാൻ സാധ്യത, റിസ്റ്റ്. ഓക്കെ, ഈ ഒരു മോഷൻ ആവാൻ സാധ്യത. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു കെറ്റിൽ ബെൽ എടുക്കണം. ഇതിൽ ഫോക്കസ് ഉണ്ട് നമ്മുടെ റിസ്റ്റ് പൊസിഷൻ എപ്പോഴും ന്യൂട്രൽ പൊസിഷൻ ആയിരിക്കും. ഇങ്ങനെ ആവാൻ പാടില്ല. ഇൻ കേസ് ഇങ്ങനെ ആയി പോയാൽ നമ്മുടെ റിസ്റ്റ് വീക്കാണാവില്ല. നമ്മുടെ റിസ്റ്റ് സ്ട്രോങ് ആക്കണമെങ്കിൽ ഈ ഒരു പൊസിഷൻ്റെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിക്കാം. ഓക്കെ, ഈ ഡംബിൾ കൾസിൽ റിസ്റ്റ് സ്റ്റെബിലിറ്റി കിട്ടാൻ നല്ലൊരു എക്സസൈസ് ആയിരുന്നു. അടുത്തത് നമുക്ക് അടുത്ത വർക്കൗട്ട് ഷോൾഡർ ആയിരിക്കും. മേ ബി, എനിക്കറിയില്ല, മേ ബി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അടുത്ത സ്ട്രെങ്ത് ഫേസിൽ നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.